നാളെ മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ ഭരണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അലീന ആരാണ്, എന്താണ്, എങ്ങനെയാണ് അലീന എന്നുള്ളതൊക്കെ അവിടുത്തെ ജോലിക്കാരടക്കം സ്റ്റാൻലി അടക്കം എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്ന എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പൗലോസും അലീനയും തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് പൗലോസ് നേരെ ചെല്ലുന്നത് സ്റ്റാൻലിയുടെ അടുത്തേക്ക് തൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ എത്ര വർഷമായിട്ട് ഇവിടുത്തെ കുക്കാണ് സാർ. ആരും ഇന്നേ വരെ എൻ്റെ മുഖത്ത് നോക്കി മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. മുതലാളി പോലും ഒരു കുറ്റം പറഞ്ഞു കേട്ടിട്ടില്ല. നീ കാര്യം പറയട കൊച്ച ഇന്ന് സ്റ്റാൻലി പറയുന്നത് കേട്ടോ. ആ പെങ്കൊച്ച് എന്നെ ഇന്ന് ഭരിക്കാൻ വന്നു. ഞാൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ മുതലാളി ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് പൊയ്ക്കോളാം. അലീനയുടെ കാര്യമാണോ നീ പറയുന്നത്? അതെ. എന്നാൽ കേൾക്കട്ടെ. അവൾ എങ്ങനെയാണ് നിന്നെ ഭരിക്കാൻ വരുന്നത്? മുതലാളിക്കറിയാലോ, കേടായ പച്ചക്കറികളൊന്നും നമ്മൾ എടുക്കാറില്ലല്ലോ, ഒക്കെ എടുത്ത് കളയല്ലേ ചെയ്യാറ്. പുഴുവരിച്ചതൊക്കെ എന്തിനു കൊള്ളാം. 2-3 ചീഞ്ഞ സവാളയും മുളച്ച് 4-5 ചൂള ചുവന്നുള്ളിയും പുഴുകുത്തിയ 1-2 തക്കാളിയും മാറ്റി ഇട്ടിരുന്നതാ. ഇത് കളയാനാണെന്നോ ചോദിച്ച ആ കൊച്ചു എൻ്റെ നേർക്കൊരു ചാട്ടം. മീനിൻ്റെ തല കളയാൻ പാടില്ല, വാല് കളയാൻ പാടില്ല, മുള്ള് കളയാൻ പാടില്ല, കോഴിയുടെ കാല് കളയാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങളാണ്. ആ കൊച്ച അനാഥാലയത്തിലോ മറ്റോ ജീവിച്ച കാലത്ത് ഇവിടെ ഇതൊന്നും കളയാറില്ലായിരുന്നത്രേ. അവിടെ ഇങ്ങനെയൊക്കെ പറ്റും, അതുപോലെ ഇവിടെ നടക്കുമോ? സ്റ്റാൻലിക്ക് അപ്പോൾ അല്പം നാണക്കേട് തോന്നുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഈ അനാഥാലയം എന്ന് അലീന ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറയുന്നത് കേൾക്കുമ്പോൾ അലീനയ്ക്കത് നാണക്കേട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ആഹാരം വല്ലതും മിച്ചം വന്നാൽ ഇവിടുത്തെ ജോലിക്കാർ തിന്നു തീർത്തോളണമെന്ന് ഞാൻ ആദ്യം കേൾക്കുക ഇങ്ങനെയൊക്കെ. അതുമാത്രമല്ല പിടിച്ച് ചിലവാക്കിക്കോളാൻ ഒരു മുന്നറിയിപ്പും, അതായത് കുറഞ്ഞ വിലയുടെ സാധനങ്ങൾ കുറേശ്ശെ വാങ്ങിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല പിശുക്കിൻ്റെ വീട്ടിൽ പോയി നിന്നാൽ പോലെ സാറേ. മുതലാളിയുടെ കുക്കായിട്ട് നിൽക്കണോ? അതുകൊണ്ട് മുതലാളി ഒന്നുകിൽ എന്നെ പിരിച്ചു വിട്ടേക്കണം, അല്ലെങ്കിൽ ആ കൊച്ചിനോട് എൻ്റെ കയ്യെ കയറി പിടിക്കരുതെന്ന് പറയണം. നീ പോയിക്കോ പൗലോസേ, ഞാൻ വേണ്ടത് ചെയ്തോളാം, സ്റ്റാൻലി പറഞ്ഞു. പൗലോസ് പോയി. പിന്നെ അന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്നപ്പോൾ സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീന ഇന്ന് അടുക്കളയിൽ കയറി പൗലോസിനോട് വഴക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയോ? വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ആഹാര സാധനങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു, അലീന മറുപടി നൽകി. നീ എന്തിനാ ഇവിടുത്തെ ജോലിക്കാരുമായിട്ട് തർക്കത്തിനും ഗുസ്തിക്കും പോകുന്നത്? നാണക്കേടല്ലേ? നമുക്കൊരു അന്തസ്സില്ലേ? അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, നീ ആ ഭാഗത്തേക്ക് നോക്കാനേ പോകണ്ട. ഭക്ഷണം വെറുതെ പാഴാക്കി കളയുന്നത് കണ്ടിട്ടാ അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാനും ഇവളോട് പറഞ്ഞു ലാലിച്ച. തരപ്പടിക്കാരോടാണെങ്കിൽ 1-2 പറയാനൊരു രസമുണ്ട്. ഇത് ചുമ്മാ അടുക്കളക്കാരനോട്. അലീന ഒന്നും മിണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു. സ്റ്റാൻലി കൂടുതലൊന്നും പറഞ്ഞുമില്ല. പൗലോസ് ഊണുമുറിയിൽ വാതിലിനപ്പുറം നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് തൃപ്തിയായി. അലീന അന്നേ ദിവസം അടുക്കള ഭാഗത്തേക്ക് പോയതേയില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ അവൾ അടുക്കളയിലെത്തി. മാർക്കറ്റിൽ പോയിരുന്ന ആൻ്റപ്പനും ബൈജുവും കൂടി അതിനകം തിരിച്ചെത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കനും മീനും മറ്റ് സാധനങ്ങളും എല്ലാം അവർ സ്ലാബിലെടുത്ത് വെച്ചു. പൗലോസ് ചേട്ടൻ മീൻ വെട്ടുമ്പോൾ സൂക്ഷിക്കണേ, ബൈജു അലീനയുടെ നേർക്കൊന്ന് കണ്ണെറിഞ്ഞിട്ട് പറഞ്ഞു. അത്രയുള്ളൂ ബൈജു, ഞാനൊരു സ്കെയിലെടുത്ത് വെച്ചിട്ടുണ്ട്, അവൾ അളന്ന് വെട്ടാൻ വേണ്ടിയിട്ട്. തലയും വാലും പോകരുതല്ലോ. സൂപ്പ് വെച്ച് കുറേ അനാഥ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ അലീനേനെ ഒന്ന് ഇരിപ്പിരി കയറ്റുന്നുണ്ട്. അലീനെ കളിയാക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അലീന വെറുതെ അങ്ങ് നോക്കിക്കൊണ്ട് സ്ലാബിനരികിലൂടെ നടന്നു. നെയ്മീനാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. 3-3.5 കിലോ വരും. പൗലോസിന് അപ്പോൾ തന്നെ മീൻ വെട്ടണമെന്ന് തോന്നി, അതും അലീനയുടെ മുൻപിൽ വെച്ച് തന്നെ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് മീനിൽ കൈവയ്ക്കുക. ചെയ്തുകൊണ്ടിരുന്ന പണി അവിടെ ഇട്ടിട്ട് പൗലോസ് വന്ന് മീൻ വാലിൽ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോയി തടിമുട്ടിയിൽ വെച്ചു. അലീനയ്ക്ക് കാണാൻ പാകത്തിൽ ഒതുങ്ങി നിന്നിട്ട് മീനിൻ്റെ വാൽ ഭാഗത്ത് ഒറ്റവെട്ട്. വാലിനോടൊപ്പം 1/2 കിലോ മാംസമുള്ള ഭാഗവും കൂടി മുറിഞ്ഞു വീണു. തല ഭാഗത്തും ഒറ്റവെട്ട്. അവിടെയും ഏതാണ്ട് 3/4 കിലോയോളം മാംസവും തലയറ്റും വീണു. അലീന കാണുകെ പൗലോസ് വാലും തലയും എടുത്തുകൊണ്ടുപോയി ബക്കറ്റിലിട്ടു. ബൈജുവിനും രാജപ്പിനും ആ പരിപാടി നന്നേ ഇഷ്ടപ്പെട്ടു. തലയും വാലും അത്രയും വെച്ച് കളയായിരുന്നു പൗലോസ് ചേട്ടാ? അതും സെൻറ്റിമീറ്റർ വെച്ച് അളന്ന് നോക്കി നിൽക്കുമ്പോൾ. ഇതുകൊണ്ട് എൻ്റെ പണി പോകുന്നെങ്കിൽ പോട്ടേടാ ബൈജു, പൗലോസ് കൃത്രിമ ഗൗരവത്തിൽ പറഞ്ഞു. അയാൾ മീൻ അവിടെയിട്ട് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് തന്നെ മടങ്ങി. അലീന കൈകൾ മാറിൽ പിണച്ചു കെട്ടി. അത് എന്തിൻ്റെ അടയാളമാണെന്ന് അറിയാവുന്നതും 2 പേർക്ക് മാത്രമായിരുന്നു. അതിലൊരാൾ മരിച്ചുപോയി, ബ്രിജിത മമ്മി. രണ്ടാമത്തെയാൾ രേവതി കുട്ടിയാണ്.
പൗലോസ് ചേട്ട, അലീന ശാന്തസ്വരത്തിൽ വിളിച്ചു. പൗലോസ് പാതി തലതിരിച്ചു നോക്കിയിട്ട് ആ വിളി അവഗണിച്ചു കളഞ്ഞു. പൗലോസ് ചേട്ടനെയാണ് ഞാൻ വിളിച്ചത്. അലീനയുടെ സ്വരത്തിൽ അല്പം ഗൗരവം കലർന്നു. പൗലോസ് അവളുടെ നേർക്കു തിരിഞ്ഞു. വിളിക്കും പോലെ അവളെ നോക്കി. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി കളഞ്ഞ മീൻ എടുത്തു കൊണ്ടുവന്ന് സ്ലാബിലോട്ട് വെക്കേ, അലീന നിർദ്ദേശിച്ചു. അയ്യോ, എനിക്കതിനിപ്പം നേരമില്ല കുഞ്ഞേ, പൗലോസ് പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടു മതി പൗലോസ് ചേട്ടൻ, ബാക്കി ജോലികളൊക്കെ. അലീനയുടെ ശബ്ദത്തിന് മൂർച്ചയേറി. പൗലോസ് ഉടൻ വെട്ടിത്തിരിഞ്ഞ ഒരു വാതിൽ കടന്ന് അപ്രത്യക്ഷനായി. അലീന അചഞ്ചലയായി അവിടെ തന്നെ നിന്നു. കളി മുറുകുന്നുവെന്ന് കണ്ടപ്പോൾ ബൈജുവിനും രാജപ്പനും ആൻ്റപ്പനും രസം പിടിച്ചു. ആദ്യം ഔതക്കുട്ടിച്ചായനാണ് വന്നത്. എന്താ മോളെ പ്രശ്നം? ഒരു ചെറിയ കാര്യമേ ഉള്ളൂ വല്യപ്പച്ച. പക്ഷെ ഒരു കൊടുങ്കാറ്റിനെ അടക്കി പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവളുടെ മുഖഭാവം കണ്ടപ്പോൾ കാര്യം ചെറുതല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. സ്റ്റാൻലി അടുക്കള വാതിൽ കടന്നു വന്നു. പിറകെ പൗലോസും. അലീന, എന്താ ഇവിടെ വഴക്ക്? സ്റ്റാൻലി ഗൗരവത്തിൽ ചോദിച്ചു. പൗലോസ് ചേട്ടനോട് ഞാൻ എന്താ പറഞ്ഞത്? അലീനയുടെ വാക്കുകൾ ചുട്ടുപഴുത്തു. ആ ബാസ്ക്കറ്റിലിട്ട സാധനം പെറുക്കി സ്ലാബിൽ വെക്കാനല്ലേ? അതനുസരിക്കാൻ മനസ്സിലെങ്കിൽ ഇനി ഈ വീട്ടിലെ ഒരു ജോലിയും പൗലോസ് ചേട്ടൻ ചെയ്യണ്ട. പൗലോസ് ഒരാശ്രയത്തിനായി സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി അന്താളിച്ചു പോയിരുന്നു. അലീനയുടെ മറ്റൊരു ഭാവം കാണുകയാണ് അയാൾ. അവളുടെ മുഖത്തൊരു ജ്വാലയുണ്ടെന്ന് അയാൾക്ക് തോന്നി. മുതലാളി പറയട്ടെ, ചെയ്യണോ വേണ്ടേ എന്ന്. പൗലോസ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി നീങ്ങി നിന്നു. മുതലാളിയുടെ മകളാണ് പറയുന്നത്. അലീനയുടെ ശബ്ദമുയർന്നു. എൻ്റെ പപ്പയുടെ പൈസ ദൂർത്തടിച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ല. അവതക്കുട്ടിച്ചായൻ്റെ കാൽവിരൽ മുതൽ നെറുകെ വരെ ഒരു കോരിത്തരിപ്പ് പാഞ്ഞു കയറി. സ്റ്റാൻലി സ്തംഭിച്ചു നിൽക്കുകയാണ്. തന്നെ പപ്പയെന്ന് വിളിക്കാൻ താൻ അവൾക്ക് സമ്മതം നൽകിയിരുന്നതാണ്. എങ്കിലും 2-3 തവണ മാത്രമേ അവൾ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അതും പരസ്യമായിട്ടായിരുന്നില്ല. ഇവിടെ അവൾ തൻ്റെ മകളാണെന്ന പരസ്യ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പൗലോസും ആൻ്റപ്പനും ബൈജുവും രാജപ്പനും എല്ലാം അത് കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. പൗലോസ് ചേട്ടൻ, ഒന്നുകിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി മതിയാക്കുക, അർദ്ധശങ്കയ്ക്കിടയില്ലാതെ അലീന പറഞ്ഞു. എൻ്റെ പപ്പയ്ക്ക് ചോറും കറിയും വെച്ചു കൊടുക്കാൻ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പപ്പയ്ക്ക് മാത്രമല്ല, അതുപോലെ ഒരു 25 പേർക്ക് കൂടി വെച്ച് വിളമ്പാൻ എന്നെ കൊണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ നല്ലപോലെ ആലോചിച്ചിട്ടേ പൗലോസ് ചേട്ടൻ തീരുമാനമെടുക്കാവൂ. പിരിഞ്ഞു പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് ഓർത്തോളണം. അലീന മാറിൽ പിണിച്ചു കെട്ടിയ കൈകൾ അഴിച്ചു. പതിയെ പിന്തിരിഞ്ഞു നടന്നു വാതിൽ കടന്നുപോയി. സ്റ്റാൻലിയും പിന്നെ അവിടെ നിന്നില്ല. അവൾ പറഞ്ഞതുപോലെ ചെയ്യടാ, വായും പൊളിച്ചു നോക്കി നിൽക്കാതെ ഔതക്കുട്ടിച്ചായൻ പൗലോസിനോട് ആജ്ഞാപിച്ചു. പൗലോസ് തലയും കുനിച്ച് നടന്നു ചെന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിൽ തുറന്ന് അതിലിട്ടിരുന്ന മത്സ്യഭാഗങ്ങൾ എടുത്തു. അത് സ്ലാബിന്മേൽ കൊണ്ടുവച്ചു. ഔതക്കുട്ടിച്ചായൻ അത് നോക്കിയിട്ട് പൗലോസിൻ്റെ നേർക്ക് തട്ടിക്കയറി. തന്തയ്ക്ക് പിറന്നോരെ കാണിക്കുന്ന പണിയാണോടോ നീ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഉണ്ണുന്ന ചോറിന് നന്ദിയുണ്ടോടോ നിനക്ക്? വെറുതെയാണോ ആ പെണ്ണ്? പൗലോസിന് മറുപടിയില്ല. ഔതക്കുട്ടിച്ചായൻ മറ്റുള്ളവരെ നോക്കി. ഇപ്പം മനസ്സിലായോടോ അവൾ ആരാണെന്ന്? അവളുടെ സ്വന്തം അപ്പൻ ലാലിച്ചൻ. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. എൻ്റെ മൂത്ത മകൻ ലാലിച്ചൻ്റെ മൂത്ത മകളാ അവള്, അലീന. ഓർമ്മ വെച്ചോടാ. അത് പറയുമ്പോൾ ഔതക്കുട്ടിച്ചായൻ ഒന്നുകൂടി നിളിഞ്ഞു നിന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലും കാണിക്കുക സ്റ്റാൻലിനെയും അലീനയും, ആ വീട്ട് കൊട്ടാരമറ്റും തറവാടൊക്കെയാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്